ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിസംബർ 2 UAE നാഷണൽ ഡേന്റെ അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അന്നത്തെ ദിവസം ലേറ്റ് ആയിട്ട് എണീച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലാണ്. നാഷണൽ ഡേന്റെ ലീവ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം ഫുജേറയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നാം തീയതി വൈകുന്നേരം നമ്മൾ ഫുജേറയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് പിറ്റേ ദിവസം 2 നമ്മൾ രാവിലെ 5 മണിക്ക് സുബഹിക്കാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഇവിടെ എത്തി സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ നമ്മൾ ഉച്ചക്ക് 12 മണിക്കാണ് എണീച്ചിട്ടുണ്ടായത്. അങ്ങനെ ലേറ്റ് ആയിട്ട് എണീച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് എണീച്ചപാടന്നെ ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസും ചിക്കൻ താവ ഫ്രൈ ഉണ്ടാക്കാന്ന്. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഈ ഒരു ലഞ്ച് ഉണ്ടാക്കുന്നത്. കാരണം ഇന്നത്തെ ദിവസം നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷാർജ നാഷണൽ പാർക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ഫ്രഷ് ആയി റെഡി ആയിട്ട് നമ്മൾ ഷാർജയിലേക്ക് പോകലാണ്. നല്ല തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ റോഡിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് തന്നെ നമ്മൾ കുറേ ടൈമായി. അവസാനം 5 മണിയായി. അപ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കുന്ന ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടൂല. അപ്പോൾ ഞാനും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഷിബിക്കാക്ക വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ടൈമോളം ആ ഒരു ട്രാഫിക്കിൽ തന്നെയായിരുന്നു. പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. 2 മണിക്കൂർ ഷിബിക്കാക്ക ഈ ഒരു ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ നമ്മൾ അകത്ത് കയറി ഫോട്ടോവും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഷെബിക്കാക്ക വരുന്നത് കേട്ടോ. ഇതൊരു വലിയ പാർക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എല്ലാ നാഷണൽ ഡേക്കും ഭയങ്കരമായിട്ട് സെലിബ്രേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്രാവശ്യം എന്തായാലും വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായത്. ഷാർജ എയർപോർട്ടിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇത് അത്രയും വലിയ പാർക്കാണ് എന്നുള്ളത്. ഇവിടെ കുറേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഭാഗങ്ങളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. ഓരോ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ കുറെ കളറിങ്, ഡ്രോയിങ് കോമ്പറ്റീഷൻ, കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് എൻജോയ്മെന്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ വാനിലും ബസ്സിലൊക്കെ ആയിട്ട് അവർ 3D ഗെയിമിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പെയ്ഡ് തന്നെയാണ്. ഫ്രീ ആയിട്ട് ഉണ്ടായതെന്ന് വെച്ചാൽ കളറിങ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് കോമ്പറ്റീഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അതൊക്കെ ഫ്രീ ആണ്. പിന്നെ ഫേസ് പെയിന്റിങ് ഉണ്ടായിരുന്നു, അതും ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു പാർക്കിൽ കയറുമ്പോൾ തന്നെ 5:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. 5:30 ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇരുട്ട് വരുന്നത് പോലെ ആയി. പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ ക്ലിയർ ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ജമാഅത്തായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഇന്നും സുഖാവും അവർക്ക് റീൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇതുപോലെ ആക്ട് ചെയ്തിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കലാണ്. ഇവിടെ അറബികളുടെ ആ വടി കൊണ്ടുള്ള ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മ്യൂസിക് ഒക്കെ വരുന്നോണ്ട് തന്നെ എനിക്ക് മിക്കവാറും കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു സൗണ്ട് ഓഫ് ചെയ്തിട്ട് വോയിസ് ഓവർ തന്നെ കൊടുക്കാന്ന്. വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ കോപ്പിറൈറ്റ് വന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ മ്യൂസിക് ഓഫ് ചെയ്ത്. പിന്നെ ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഫുഡ് കൗണ്ടേഴ്സ് ആണ്. എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആകെ ഇതിന്ന് വാങ്ങിയിട്ടുണ്ടായത് കേമാത്താണ്, അതായത് ലുക്കൈമാത്ത്. അത് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഈ അറബികളുടെ ഫുഡ് തന്നെയാണ്.
ഇങ്ങനെ നമ്മൾ ലുക്കൈമത്ത് വാങ്ങിയിട്ടാ ഇത്. ഈ ഒരു ട്രേക്ക് 20 ദിറംസ് ആണ് ഉണ്ടായേ. ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് അവരൊരു പിക്ചർ തരും, എന്നിട്ട് ക്രാഫ്റ്റ് വർക്ക് പോലെ കുറച്ച് സ്റ്റിക്കേഴ്സും കൊടുക്കും. അപ്പോൾ ആ പിക്ചറിന് കണക്കായിട്ട് ആ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. അതിനെന്തോ പ്രൈസും ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കുറേ പ്രാവശ്യം ക്യൂ നിന്ന്, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും തിരക്കായിരുന്നു. ഒരു ബാച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാച്ചിൽ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഫാൽക്കണിനെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ആണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം. പക്ഷെ അതിനും കുറെ ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. പുറത്ത് കുറേ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ പോയി. അപ്പൊ വേറൊരു പവലിയനിൽ പിന്നെ കുട്ടികൾക്ക് കളറിംഗ് കോമ്പറ്റീഷൻ കിട്ടിയിട്ടോ. ഇതന്നെ നമ്മൾ കുറേ ക്യൂ നിന്നിട്ട് സെക്കൻഡ് ബാച്ചിലാണ് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ കുട്ടികൾ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അത് മലയാളീസ് ആണ് കേട്ടോ അവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് ഉണ്ടായത്. അവർ ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളറിങ് കഴിഞ്ഞിട്ട് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അതായത് ഫസ്റ്റ് സെക്കൻഡ് ബാച്ചിൽ കളർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഗിഫ്റ്റ് ഉണ്ട്. അതിനുശേഷമുള്ള കുട്ടികൾക്കൊന്നും ഗിഫ്റ്റ് ഇല്ല. ഗവൺമെന്റ് ഓഫ് ഷാർജയുടെ വകയിലുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കളർ കോമ്പറ്റീഷനിൽ ഇരുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ക്യൂ നിന്നിട്ടുണ്ടായ ആ ക്രാഫ്റ്റ് വർക്കിന്റെ സ്ഥലമാണ്. അപ്പൊ അവിടെ ഇപ്പൊ തിരക്കൊഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ക്രാഫ്റ്റ് അല്ല, കളറിംഗ് ആണ്. പിന്നെ ഇവിടെ കുറെ അറബി കുട്ടികളെ ഒന്നിച്ച് നിർത്തിയിട്ടൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താ സംഭവം ഒന്നും അറിയില്ല. പിന്നെ കൂടുതലും അറബികളല്ലേ, അപ്പൊ അങ്ങോട്ടേക്ക് പോയി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് മാറി. പിന്നെ ഇവിടെ എന്തൊക്കെയോ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അറബികളുടെ ചെണ്ടമുട്ട പോലെയുള്ള എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബസ്സിൽ എന്തോ 3D ഷോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ പാർക്ക് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 8 മണിയായി. 8 മണിയായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇതിപ്പോൾ നമ്മൾ ഷാർജയിൽ മെഹഫിൽ ബിരിയാണി കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇത് ദുബായിലും ഉണ്ട് മെഹഫിൽ ബിരിയാണി. അപ്പോൾ നമ്മൾ കുറേ ആയി വിചാരിക്കുന്നത് കഴിക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഷാർജയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ പിള്ളേർക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുബൂസും ചാർക്കോളും അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടാ. വീട്ടിൽ വന്നപാട് തന്നെ ഇവർക്ക് ഈ ഒരു ഗിഫ്റ്റ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ എത്തിയപാട് തന്നെ അവർ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കലാണ്. അപ്പം ഇതിലുണ്ടായത് ഒരു ഡയറി പോലത്തെ ഒരു ബുക്കാണ്. അപ്പം അതിൽ ഡയറിയും പിന്നെ സ്റ്റിക്കി നോട്ട്സും പിന്നെ റൂളർ, പെൻസിൽ, പെന്ന്, എറേസർ, ഷാർപ്നർ ഇതൊക്കെയാണ്. പിന്നെ ഉണ്ടായത് ഒരു ഫ്ലാസ്ക് പോലത്തെ വാട്ടർ ബോട്ടിലും പിന്നെ ജൂട്ട് പോലത്തെ ഒരു സൈഡ് ബാഗും ആണ്. ഈ വാട്ടർ ബോട്ടിലും ഡയറിയൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും അവർ അങ്ങനെ ഒരു ബാഗ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.